ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രസന്റ് ഈസ് പ്രസന്റ് എന്ന ഡ്രാമയുടെ അടുത്ത എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നാൽ വായോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുൻപത്തെ എപ്പിസോഡ് അവസാനിച്ചത് ഷിയാനെ വെള്ളത്തിലോട്ട് തള്ളിയിടുന്ന ആ വീഡിയോ കണ്ട് വേ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ്. അവിടെ സീൻ കട്ട് ചെയ്താൽ 2025 വേനയാണ് കാണിക്കുന്നത്. അവന്റെ വീട്ടിൽ പോലീസുകാർ നിറഞ്ഞു നിൽക്കുന്നു. 1 വർഷം മുമ്പ് മരിച്ച സിയയുടെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാനും വീടൊന്ന് പരിശോധിക്കാനുമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ് പോലീസുകാർ അത് അന്വേഷിക്കുമ്പോൾ അവിടെ മൊത്തം രക്തക്കറകൾ കാണുന്നുണ്ട്. ഉടനെ തന്നെ സിയയുടെ മരണത്തിന് കാരണം വേ ആണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അവൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു, ഇപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പാസ്റ്റിലുള്ള സിയയെ ഞാൻ എങ്ങനെ സഹായിക്കും? ഇപ്പോൾ എനിക്ക് ഒരു വഴിയുമില്ല. പ്രസന്റിലുള്ള വേക്ക് മാത്രമേ സിയാനെ സഹായിക്കാൻ കഴിയൂ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ജയിലിലേക്ക് പോകുന്നു. ഇനി ഇവിടെ പാസ്റ്റിലുള്ള സീൻ കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ പുറത്തോട്ട് വരുന്നു. ഞാൻ കാർ ഓടിക്കാം ഡാർലിംഗ് എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് വേണ്ടാന്ന് പറയുന്നു. അപ്പോൾ പിന്നെയും അവൻ പറയുന്നു, എന്താ നമ്മളിപ്പോൾ സാധാരണ റിലേഷൻഷിപ്പിലൊന്നുമല്ലല്ലോ. ഇത് കേട്ട് സിയ, എന്താ നമ്മളിപ്പോൾ വെറുതെ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കുകയല്ലേ, അല്ലാതെ വേറൊന്നുമില്ലല്ലോ. അത് ശരിയാണ്, അത് മാത്രമല്ല നമ്മളിപ്പോൾ ഹൗസ്മേറ്റും കൂടിയല്ലേ, അതാണ് ഞാൻ നിനക്ക് വേണ്ടി കാർ ഓടിക്കാമെന്ന് പറഞ്ഞത്. ഓ ശരി. അങ്ങനെ അവൾ അവനെയും കൂട്ടി നേരെ ആ ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ എത്തിയതും വേ ചോദിക്കുന്നു, നീ എന്തിനാണ് ഇത്രയും ധൃതിപ്പെട്ട് ഈ ഹോട്ടലിലോട്ട് തന്നെ വന്നത്? കഴിഞ്ഞ തവണ എനിക്ക് നീന്തൽ അറിയാത്തത് കൊണ്ടല്ലേ എല്ലാം പ്രശ്നമായത്. അതുകൊണ്ട് തന്നെ എൻ്റെ നെഗറ്റീവ് പോയിന്റിനെ പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് നീന്തൽ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഒരു ഇൻസ്ട്രക്ടർ വരാനുണ്ട്. അവൾ ഇങ്ങനെ പറയുന്നത് കേട്ട് അവൻ ചോദിക്കുന്നു, അതൊരു ആണാണോ അല്ലെങ്കിൽ ഒരു പെണ്ണാണോ വരുന്നത്? അതെ, അതൊരു ആണാണെന്ന് തോന്നുന്നു എന്നവൾ പറയുമ്പോൾ അവൻ അത് കേട്ട് നല്ല അസൂയ വരുന്നുണ്ട്. അവൻ പറയുന്നു, ഇനി വേറെ ആരും വേണ്ട, നീ എന്നെ നിന്റെ ഒരു ഇൻസ്ട്രക്ടറായിട്ട് കണ്ടോ എന്നും പറഞ്ഞ് അവർ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് സിയാനെ നീന്തൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ചിലവഴിക്കുമ്പോൾ ഒരാൾ ഇവരുടെ ഫോട്ടോ എടുക്കുന്നു. അത് കണ്ടവേ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? അപ്പോൾ അയാൾ പറയുന്നു, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോൾ നല്ല ക്യൂട്ട് കപ്പിൾസ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തത്. ഇനിയും കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് അയാൾ ചോദിക്കുമ്പോൾ സിയ വേണ്ട വേണ്ട എന്ന് പറയുന്നു. ഇല്ല, നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ, ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണ്, നിങ്ങൾക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും എടുത്തോളൂ എന്ന് അവൻ പറയുന്നു. ഹേയ്, അതൊന്നും വേണ്ട, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് അവൾ പറയുമ്പോൾ, നീ ഒരു കാര്യം മനസ്സിലാക്ക്, ഇതാ ലിന്നിന്റെ ഹോട്ടലാണ്, ഇപ്പോൾ നമ്മൾ അഭിനയിക്കുകയാണെന്ന് അവൾ അറിഞ്ഞാൽ എല്ലാം തീർന്നു. ശരി വാ, ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാം. അവരങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വരുമ്പോൾ എതിരെ നിന്ന് ലിൻ വരുന്നു. അപ്പോൾ വേ സിയാന്റെ തോളിൽ കൈയിട്ട്, ഞങ്ങളൊരു ഡേറ്റിങ്ങിന് വന്നതാണ്, നിന്നെ ഇവിടെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലിൻ പറയുന്നു, ഓ നിങ്ങൾ ഡേറ്റിങ്ങിന് വന്നതായിരുന്നോ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും അറേഞ്ച് ചെയ്തു തരുമായിരുന്നല്ലോ. വേ പറയുന്നു, ഹേ ഇല്ലില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇതിനു ശേഷം ഒരു ഫോട്ടോഷൂട്ടിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്, അതിനു മുമ്പ് ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ, നീ അതൊന്നും കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ലിൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ പോകൂ, പക്ഷെ എന്ത് തന്നെ വന്നാലും നിന്നെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇത് കേൾക്കുമ്പോൾ സിയയുടെ മുഖമൊന്ന് മാറുന്നുണ്ട്. അത് കണ്ടുവേ, ആഹാ, ആർക്കോ ഇപ്പോൾ ഒരു അസൂയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഹേ, എനിക്കെന്താ അസൂയ? അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ റൂമിലോട്ട് പോകുന്നു. രണ്ടുപേരും കൂടെ ഫോട്ടോഷൂട്ടിനായി ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നു. ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സിയ അന്ന് ബ്ലൈൻഡ് ഡേറ്റിന് പോയിരുന്ന ആള് അങ്ങോട്ട് വരുന്നു. അവൻ ഇവളെ കണ്ട് ഒന്ന് കാഷ്വലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും വേ അതിൽ ഇടപെടുന്നു. ഹായ് ബ്രോ, ഞങ്ങൾ രണ്ടുപേരും ഡേറ്റിങ്ങിലാണ്, ഇപ്പോൾ ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് സിയനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ റൂമിലോട്ട് വന്നപ്പോൾ വലിയൊരു സർപ്രൈസ് ആയിരുന്നു അവരെ കാത്തിരുന്നത്. ബെഡ് മൊത്തം നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കണ്ട് സിയ, ഇതെന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? ഇവിടെയാണോ നമ്മൾ ഉറങ്ങാൻ പോകുന്നത്? അതെ, നമ്മൾ ഇവിടെയാണോ ഉറങ്ങാൻ പോകുന്നത്, കാരണം ഞാനിതിന് പൈസ കൊടുത്തതല്ലേ എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്തോട്ട് വരുന്നു. അവളുടെ ഒരു പരിഹാസത്തോടെയുള്ള ഒരു നോട്ടം കണ്ട്, ശരി ശരി വിട്, ഞാൻ ചുമ്മാ കളിയാക്കിയതാണ്, ഞാൻ ആ സോഫയിൽ പോയി ഉറങ്ങിക്കോളാം. അങ്ങനെ അവർ ഉറങ്ങാൻ പോകുമ്പോൾ ആരോ ഡോർ മുട്ടുന്നു. നോക്കുമ്പോൾ ആരാ? ലിന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ വേ അവളോട് പറയുന്നു, ഹേ ഞങ്ങൾക്കിപ്പോൾ ഭക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല, നീ ഇത് കൊണ്ടുപോയിക്കോളൂ. ഇല്ല, കുറച്ചെങ്കിലും നിങ്ങൾ കഴിക്കുമല്ലോ എന്നവൾ പറയുമ്പോൾ വേ, ഹേ വേണ്ട വേണ്ട, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ റൊമാൻസ് ചെയ്യുന്ന തിരക്കിലാണ്, നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോ എന്നും പറഞ്ഞ് മനഃപൂർവ്വം സിയാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വരികയാണ്. ഉള്ളിലേക്ക് വന്നതിന് ശേഷം രണ്ടുപേരും ഒരു ക്ലോസപ്പിൽ പരസ്പരം നോക്കി നിൽക്കുമ്പോൾ സിയ അവനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട്, എന്താ
എന്താ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് എന്താ ഒന്ന് മര്യാദക്ക് ഡ്രസ്സ് ചെയ്തു വന്നൂടെ? ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പുറത്തിറങ്ങുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ എന്താ നിനക്കെന്താ ഒരു അസൂയ പോലെ എന്നും പറഞ്ഞ് അവളുടെ അടുത്തോട്ട് കിസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അപ്പോൾ അതാ ബെല്ലടിക്കുന്നു. ഡോറ് തുറന്നു നോക്കിയാൽ പിന്നെയും ലിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കായി ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കഴിക്കൂ എന്ന് ലിൻ പറയുമ്പോൾ ഹേയ് വേണ്ട വേണ്ട എന്നും പറഞ്ഞ് അവരകത്തേക്ക് പോകുന്നു. വീണ്ടും ബെല്ലടിക്കുന്നു. നോക്കിയാൽ അവൾ പൂക്കളുമായി വന്നിരിക്കുന്നു. ഇവരത് വേണ്ട വേണ്ട എന്നും പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. വീണ്ടും ബെല്ലിന്റെ ശബ്ദം. ഇവരെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ ലിൻ പിന്നെയും ഓരോന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പാവം, ഇവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. രാത്രി ഉറങ്ങാൻ കഴിയാതെ രണ്ടുപേരും കൂടെ കഷ്ടപ്പെടുകയാണ്. അയ്യോ, ഇങ്ങനെ ടോർച്ചർ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു എന്ന് സിയ പറഞ്ഞു തീരുമ്പോഴേക്കും വീണ്ടും ബെല്ലടിക്കുന്നു. അത് കേട്ട് സിയ അത്ര തന്നെ, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ അവന്റെ അടുത്തേക്ക് പോകുന്നു. അവനൊരു പരിഭ്രമത്തോടെ എന്താണിത്, നീ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് അവൻ ചോദിക്കുമ്പോൾ ഉടനെ അവൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവനുമായി നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് പോലെ അവൾ അഭിനയിക്കുന്നു. ഇത് കാണുമ്പോൾ ആ ലിന്നിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സിയ വേണ്ടെടുത്ത് പറയുന്നു, വാടിയർ ഒത്തിരി വൈകി, നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതാ നോക്കുലേൻ, ഇനി ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത് എന്നും പറഞ്ഞ് അവരകത്തേക്ക് പോകുന്നു. ഇവർ അകത്തേക്ക് വന്നതും സിയ ഡോറിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയാണ്. ഇവിടെ ലിൻ ദേഷ്യം കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. സിയ അവളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നതും കൊള്ളാം, അവൾക്ക് അങ്ങനെ തന്നെ വേണം. അപ്പോൾ പുറകിൽ നിന്ന് വന്ന് നീ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല എന്ന് അവൾ പറയുമ്പോൾ ആണോ, ഒന്നുമില്ലേ, നീ ആള് കൊള്ളാമല്ലോ എന്നും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് വീണ മുടി ഒതുക്കി കൊടുത്ത് അവൻ ഉറങ്ങാൻ പോകുന്നു. അടുത്ത ദിവസം ഇവർ രണ്ടുപേരും കൂടെ ഓഫീസിലേക്ക് പോകുമ്പോൾ സിയ അവനോട് പറയുന്നു, നിങ്ങൾ ആദ്യം പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അത് കേട്ട് അവൻ പറയുന്നു, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായി പറയാൻ സാധ്യതയുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നീ മറന്നുപോയോ ഞാൻ നിന്റെ ബോസും നീ എൻ്റെ അസിസ്റ്റന്റുമാണ്, നീ അത് മറന്നുപോയോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അയ്യോ, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ എന്നും പറഞ്ഞ് അവൾ മുഖം മാറ്റുന്നു. അത് കണ്ട് അവൻ പറയുന്നു, ശരി ശരി എനിക്ക് മനസ്സിലായി, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാൽ ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാകും, അതുമാത്രമല്ല അത് നിന്റെ ജോലിയെ ബാധിക്കുകയും ചെയ്യും, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, എനിക്കത് മനസ്സിലായി, ആദ്യം ഞാൻ പോകാം, അല്ലെങ്കിൽ വേണ്ട ആദ്യം നീ പോയിക്കോ, എന്താ നീ ഓക്കെ അല്ലേ എന്ന് അവളോട് ചോദിക്കുമ്പോൾ ഓക്കെ ആണ് സാർ, വളരെ നന്ദി ഇത് മനസ്സിലാക്കിയതിനെ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, എന്തു പറ്റി, ഫ്യൂച്ചറിൽ നിന്ന് ഒരാൾ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, അയാൾ ഇപ്പോൾ കുറച്ചായിട്ട് എന്താണ് വിളിക്കാത്തത് എന്ന് അവൾ ആലോചിക്കുമ്പോൾ തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു. സി ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, അയാളാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഹലോ, ഞാൻ പേഷ്യനാണ് സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിച്ചിരുന്നില്ലേ, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ സിയ ഞാൻ ഓർക്കുന്നുണ്ട്. ശരി, ഇപ്പോൾ അതിനെന്താ ഉണ്ടായത്? അവൻ പറയുന്നു, അല്ല നിങ്ങൾ ഉച്ചക്ക് ഫ്രീ ആണോ? എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെ, ഞാൻ ഉച്ചക്ക് വീട്ടിലുണ്ടാകും, എൻ്റെ വീടിനടുത്തൊരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. അങ്ങനെ അവർ ഫോൺ വെച്ചതും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ഫ്യൂച്ചറിലുള്ള വിളിക്കുന്നു. അവൻ്റെ അടുത്ത് സിയ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിക്കാത്തത്? അപ്പോൾ പറയുന്നു, ഇല്ല, ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ വിളിക്കാൻ കഴിയാഞ്ഞത്. ഇപ്പോൾ അതെല്ലാം ശരിയായി. പിന്നെയും സിയ ചോദിക്കുന്നു, ശരി, അതൊക്കെ നല്ലതാണ്, പക്ഷേ എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത്? നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഭാവിയിൽ നിന്നാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ എനിക്ക് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നു? അങ്ങനെ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരാളാകുമല്ലോ, നിങ്ങൾ ആരാണ്, അതൊന്ന് പറ എന്നവൾ ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ ആരാണെന്നറിയണോ? അതെ, എനിക്ക് അറിഞ്ഞേ തീരൂ, നീ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാളല്ലേ, നീ ആരാണ് എന്ന് വീണ്ടും അവൾ ചോദിക്കുമ്പോൾ അവനൊരു നമ്പർ പറഞ്ഞു കൊടുക്കുന്നു, 307. ഇത് കേട്ട ഉടനെ അവൾ ഓടിച്ചെന്ന് അവരുടെ വീടിനടുത്തുള്ള ഒരു വീട് പോയി നോക്കുന്നു. കാരണം അവൾ ചെറുപ്പത്തിൽ ഒരു പയ്യനോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, അതായത് നമ്മുടെ വേണ്ട കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ആ വീടിന്റെ നമ്പർ ആയിരുന്നു അത്. ഉടനെ സിയ ഇത് നീയാണോ എന്നും ചോദിച്ച് ഷോക്കാകുന്നു. അപ്പോഴൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ അച്ഛനും അമ്മയും കുറേ പേരുടെ അടുത്തുനിന്ന് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കടം കൊടുത്തവരെല്ലാം വീട്ടിൽ വന്ന് ബഹളം വെക്കുമ്പോൾ അവൾ പേടിച്ച് മുകളിലേക്ക് ഓടുന്നു. ആ കടം കൊടുത്ത ആളുകൾ ഇതെല്ലാം കണ്ട് അവളുടെ പിറകെ ഓടുന്നു.
മാറി നിൽക്കൂ, നിങ്ങളെ ഒന്നും എനിക്കറിയില്ല, ഇത് എൻ്റെ വീടാണ്, ഞാൻ വീടിൻ്റെ അകത്തേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നവൾ അവരുടെ അടുത്ത് പറയുമ്പോൾ, നീ വെറുതെ അഭിനയിക്കരുത്, നിന്നെ കുറിച്ചെല്ലാം ഞങ്ങൾക്കറിയാം. അല്ല, ഇത് എൻ്റെ വീടാണ്. ഈ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊരു ചേട്ടനുമുണ്ട്, ഞങ്ങളെല്ലാം ഒരുമിച്ചാണ്. ഇപ്പോൾ എൻ്റെ ചേട്ടൻ പോലും വീട്ടിലുണ്ട് എന്നവൾ പറയുമ്പോൾ, ഹേയ്, നീ ഓവറായിട്ട് അഭിനയിക്കണ്ട. ശരി, നീ പറയുന്നത് സത്യമാണെന്നിരിക്കട്ടെ, എവിടെ നിന്റെ ചേട്ടൻ? അവൻ്റെ അടുത്തൊന്ന് പുറത്തോട്ട് വരാൻ പറയൂ, അതൊന്ന് നോക്കട്ടെ എന്നവർ പറയുന്നു. അവൾ വാതിൽ തട്ടാൻ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ വാതിൽ തുറന്ന്, ഹാ, നീ വീട്ടിലെത്തിയോ? എന്തേ നീ നേരത്തെ പറഞ്ഞില്ല? നീ അകത്തേക്ക് വായോ എന്നും പറഞ്ഞ് അവളെ അകത്തേക്ക് വിളിച്ച് വാതിൽ ലോക്ക് ചെയ്യുന്നു. സി അവനോട് പറയുന്നു, അയ്യോ ചേട്ടാ, എൻ്റെ അടുത്ത് ക്ഷമിക്കൂ, ഈ കടം കൊടുത്തവരെല്ലാവരും എന്നെ ഒരുപാട് ശല്യം ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് അവനോട് ചോദിക്കുന്നു, ഇത് നിങ്ങളായിരുന്നോ? അങ്ങനെയെങ്കിൽ ആ അപകടത്തിനു ശേഷം നിങ്ങൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പേ ഓട്ടോമാറ്റിക്കായി കോൾ കട്ടാകുന്നു. അതോടെ അവൾ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാകുന്നു. എന്നാൽ ഇവിടെ ചിന്തിക്കുന്നത്, സിയ, നീ എന്നോട് ക്ഷമിക്കൂ, എനിക്ക് ഇങ്ങനെ ചെയ്തേ മതിയാകൂ. അവൻ എന്തിനോ വേണ്ടി വിഷമിക്കുന്നുണ്ട്, പക്ഷേ അതവിടെ വ്യക്തമാക്കുന്നില്ല. സിയ ഇവിടെ പഴയ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നു. ചെറുപ്പത്തിൽ അവൾ എപ്പോഴും അവന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അവൾ വേയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അങ്കിൾ ഹെങ് നിങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ എന്താണ് പഠിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ കുറെ ചോദ്യങ്ങൾ അവൾ ചോദിക്കുന്നു. അവൻ അതിനൊന്നും മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ അവിടെ ഒരു ടാബ്ലറ്റ് കിടക്കുന്നത് അവൾ കാണുന്നു. അതെടുത്തു നോക്കുമ്പോൾ അതൊരു ഉറക്കഗുളികയായിരുന്നു. അത് കണ്ട് അവൾ ഭയന്ന് ഇനി അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നും കരുതി അവൾ അവിടെ നിന്ന് മാറുന്നില്ല. എന്നിട്ട് പിന്നെയും അവൾ അവനോട് പറയുന്നു, എൻ്റെ വീട്ടിൽ എല്ലാവരും രാത്രി ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ നല്ല പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നവൾ ചോദിക്കുമ്പോൾ അതിനവൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അവൻ ഇനി ഉറക്കഗുളിക കഴിക്കുമോ എന്നോർത്ത് അവൻ ഉറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ അവനെ വിളിച്ചു നോക്കുന്നു. അതുമാത്രമല്ല, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് വാങ്ങി വരുമോ എന്നും അവൾ ആവശ്യപ്പെടുന്നു. അവൻ പുറത്തുപോയ സമയം നോക്കി അവൾ ആ ഉറക്കഗുളികകളെല്ലാം മാറ്റുന്നു. എന്നിട്ട് അതിനു പകരം വിറ്റാമിൻസ് ഗുളികകൾ വെക്കുന്നു. ആ സമയത്ത് അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആലോചിച്ചു നോക്കി അവൾ, എന്നാലും അദ്ദേഹം ആരായിരിക്കും, എവിടെയായിരിക്കും ഉണ്ടാവുക എന്നിങ്ങനെ അവൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരുന്ന അയാൾ അങ്ങോട്ട് വരുന്നു. സത്യത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ കാണാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് എന്നെ നിർബന്ധിച്ചിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വന്നത്. പിന്നെ നിങ്ങളുടെ ബോയ്ഫ്രണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ ആൾ ഒരുപാട് വിഷമിക്കില്ലേ? അപ്പോൾ അവൾ പറയുന്നു, അതെ, ഞാൻ ഇവിടെ വന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല, ഒരു പക്ഷെ അറിഞ്ഞാൽ തീർച്ചയായിട്ടും വിഷമിക്കും. അപ്പോൾ അവൻ പറയുന്നു, ക്ഷമിക്കണം, ഞാൻ എന്തായാലും എൻ്റെ അമ്മയോടും അച്ഛനോടും എനിക്കൊരു ക്രഷ് ഉണ്ടെന്ന കാര്യം ഞാൻ തുറന്നു പറഞ്ഞോളാം. അത് കേട്ട് അവൾ ഒരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. പിന്നെയും അവൻ പറയുകയാണ്, പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം കൂടെ ഷെയർ ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് അവൾ, അങ്ങനെയോ, ഓ ശരി എന്നും പറഞ്ഞ് വലിയ കാര്യമാക്കാതെ ഇരിക്കുന്നു. എനിക്ക് നിങ്ങളോട് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട്, അതൊരു ശരിയായ സമയം വരുമ്പോൾ ഞാൻ പറയാം. അവൻ പറയുന്നതൊന്നും അവൾ വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ ഇപ്പോഴും ആലോചിക്കുകയാണ്, എന്നാലും എൻ്റെ പഴയകാല സുഹൃത്ത് ആരായിരിക്കും, അവരെവിടെയായിരിക്കും, എനിക്ക് ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.